വളരെ സുപ്രധാനമായിട്ടുള്ള നിമിഷങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ ഈ സെൻറ് ജോൺസ് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് വേദിയാവുകയാണ്. ഫെബ്രുവരി 4 നാളെയാണ് ഈ ഒരു സമ്മേളനം ആരംഭിക്കുന്നത്. 37ാമത് പ്ലീനറി സമ്മേളനമാണ് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ. ഇന്ത്യയുടെ 174 രൂപതകളിൽ നിന്നായി ഏകദേശം 200-ലധികം അഭിവന്യ പിതാക്കന്മാർ ഈ ഒരു സമ്മേളനത്തിൽ ഭാഗവാക്കാകും. ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ഈ ഒരു സമ്മേളനത്തിൽ സഭയും സമൂഹത്തെയും രാഷ്ട്രത്തെയും ബാധിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ ചർച്ചയാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ നാളെയാണ് ഉദ്ഘാടന സമ്മേളനം. ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതി ആർച്ച് ബിഷപ്പ് ലിയോപോൾഡോ ജെറേലി പിതാവ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കും. നാളെ നടക്കുന്ന ഉദ്ഘാടന ദിനത്തിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് ആർച്ച് ബിഷപ്പ് ലിയോപോൾഡോ ജെറേലി പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ്. ഇന്ത്യയിലെ 174 രൂപതകളിൽ നിന്നുള്ള അഭിവന്യ പിതാക്കന്മാർ ആ പരിശുദ്ധ കുർബാനയിൽ കാർമ്മികത്വം വഹിക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ വിഷയങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ആഴത്തിലുള്ള വിചിന്തനങ്ങളും ചർച്ചകളും ഈ ക്യാമ്പസിൽ നടക്കും. ഏറ്റവും പ്രത്യേകിച്ച് CBSEയുടെ മാധ്യമ വിഭാഗം നമ്മെ അറിയിക്കുന്നതനുസരിച്ച് ഭാരതത്തിലെ വിവിധ മേഖലകളിൽ നടക്കുന്ന ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ, ആക്രമണങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, ആൻറ്റി കൺവേർഷൻ ലോ, അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ ഈ ഒരു സമ്മേളനത്തിൽ ചർച്ചയാകുമെന്നാണ് CBSEയുടെ മാധ്യമ വിഭാഗം നമ്മെ അറിയിച്ചിരിക്കുന്നത്. ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം, അടുത്ത 4 വർഷത്തേക്കുള്ള ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പുതിയ ഭാരവാഹികളെ ഈ സമ്മേളനത്തിൽ തിരഞ്ഞെടുക്കും എന്നാണ്. 10-ാം തീയതിയാണ്, ഫെബ്രുവരി 10-ാം തീയതി രാവിലെയാണ് ആ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നിലവിൽ ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവ്, ഒപ്പം തന്നെ വൈസ് പ്രസിഡന്റുമാരായിട്ടുള്ള ആർച്ച് ബിഷപ്പ് ജോർജ് അന്തോണിസ്വാമി പിതാവ്, ഡോക്ടർ ജോസ് മാർ തോമസ് പിതാവ്, ഒപ്പം തന്നെ സെക്രട്ടറി ജനറലായിട്ടുള്ള അനിൽ കൂട്ടോ പിതാവ്, ഇവർ ഭാരവാഹിത്വ സ്ഥാനത്തിൽ നിന്നും വിരമിക്കുകയാണ്. തുടർന്ന് അടുത്ത 4 വർഷത്തേക്ക് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുകയാണ്. ആ ഒരു തെരഞ്ഞെടുപ്പ് ഈ ഒരു സമ്മേളനത്തിൽ നടക്കും. ഒപ്പം തന്നെ CBSEയുടെ വിവിധ കമ്മീഷനുകളിലേക്കുള്ള പുതിയ ചെയർമാൻമാരെയും ഈ ദിവസങ്ങളിൽ തിരഞ്ഞെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 9-ാം തീയതി ഒരു പൊതുസമ്മേളനം ഇവിടെ നടക്കുന്നുണ്ട്. കർണാടക മന്ത്രി ശ്രീ KJ ജോർജ് ആ സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായിരിക്കും. ഒപ്പം തന്നെ വത്തിക്കാനിലെ ഇന്റർ റിലീജിയസ് ഡയലോഗിൻ്റെ ഡിക്കാസ്ട്രിയുടെ പ്രീഫെക്റ്റ് ആയിട്ടുള്ള കർദിനാൾ മാർ ജോർജ് ജേക്കബ് കൂവക്കാട് പിതാവ് ഈ സമ്മേളനത്തിൻ്റെ അവസാന ദിനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്റർ റിലീജിയസ് ഡയലോഗിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഈ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കുവയ്ക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥനയോടുകൂടി തന്നെ കാത്തിരിക്കാം. അഭിവന്യ പിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.